ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ തകർക്കാൻ തെക്കൻ ലെബനോനിലേക്ക് ഇരച്ചു കയറിയ ഇസ്രായേലി സൈന്യത്തിന് പാളയോ? കരയുദ്ധത്തിനിറങ്ങിയ ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയുടെ കെണികളിൽ കുരുങ്ങിയോ? 2006 ആവർത്തിക്കും. ലെബനോൻ മണ്ണിലേക്ക് കയറി കരയുദ്ധം ആരംഭിച്ച ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഹിസ്ബുള്ളയോട് ഏറ്റുമുട്ടി 8 ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 7 സൈനികർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ വരുന്നു. തെക്കൻ ലെബനോനിലെ ഒഡൈസ എന്ന ഗ്രാമത്തിൽ ആക്രമണം നടത്താൻ ശ്രമം നടത്തിയ സൈനികരാണ് കൊല്ലപ്പെട്ടതെന്നും ഇസ്രായേലിന്റെ 3 മർക്കാവ ടാങ്കുകളെ നശിപ്പിച്ചതായും ഹിസ്ബുള്ള പ്രതികരിച്ചു. ഇസ്രായേൽ സൈന്യത്തിലെ 98ാം ഡിവിഷനിലെ സൈനികരാണ് നിലവിൽ ലെബനോനിലുള്ളത്. ആദ്യ ദിനങ്ങളിൽ തന്നെ തിരിച്ചടികൾ നേരിട്ടതുകൊണ്ട് 36ാം ഡിവിഷനിലെ സൈനികരെ കൂടി ലെബനോനിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുന്നതും പരിക്കേൽക്കുന്നതും കൂടുതൽ സൈനികരെ ലെബനോനിലേക്ക് അയക്കുന്നതും തീവ്രമായ പോരാട്ടം നടക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഹിസ്ബുള്ളയുടെ തട്ടകത്തിൽ ഹിസ്ബുള്ളയോട് പോരടിക്കുന്നത് എളുപ്പമല്ലെന്നത് 2006 ശേഷം വീണ്ടും തെളിയിക്കപ്പെടുന്നു. അന്ന് 121 സൈനികരെയും 43 സിവിലിയൻസിനെയും നഷ്ടമായ ഇസ്രായേലിന് വടക്കൻ അതിർത്തിയിലും വലിയ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു. യുദ്ധം തുടങ്ങിയ ആഴ്ചകൾക്കകം UN വഴങ്ങി ഇസ്രായേൽ പിന്മാറുകയായിരുന്നു. നിലവിൽ കരയുദ്ധം ഇസ്രായേലിന് അനുകൂലമായ നിലയിലല്ല. പതിറ്റാണ്ടുകളായി തെക്കൻ ലെബനോനിൽ നിലയുറപ്പിച്ചിട്ടുള്ള ഹിസ്ബുള്ളയുടെ സൈനികർക്ക് അവിടുത്തെ മുക്കും മൂലയും കാണാപ്പാടമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന പോരാട്ടത്തിൽ നസ്രുള്ളയുടെ അഭാവം അവരെ ബാധിക്കുന്നില്ല എന്നാണ് വിലയിരുത്തൽ. അതിർത്തിയിൽ 400 മീറ്ററോളം അകത്തേക്ക് കയറിയ ഇസ്രായേൽ സൈന്യം കുറഞ്ഞ സമയത്തിനുള്ളിൽ തിരിച്ചിറങ്ങിയെന്നാണ് ലെബനീസ് ആർമി പറയുന്നത്. അതേസമയം കരയുദ്ധത്തെ തുടർന്ന് മേഖലയിൽ നിന്ന് ആയിരക്കണക്കിന് ലെബനോൻകാരാണ് ഒഴിഞ്ഞുപോയിരിക്കുന്നത്. ഇതിനിടെ ബെയ്റൂട്ടിലേക്ക് ഇസ്രായേൽ വൻതോതിൽ മിസൈൽ ആക്രമണം നടത്തുകയാണ്. ഗാസയിൽ എന്താണോ ചെയ്തത് അത് ബെയ്റൂട്ടിൽ ആവർത്തിക്കുകയാണോ എന്ന് സംശയിക്കാവുന്ന തരത്തിലാണ് ലെബനോൻ തലസ്ഥാനത്ത് നടക്കുന്ന ആക്രമണം. ബുധനാഴ്ചയുണ്ടായ ആക്രമണത്തിൽ 9 പേരാണ് കൊല്ലപ്പെട്ടത്. 7 പേർക്ക് പരിക്കേറ്റു. മിസൈലുകൾ വരുന്നതിന് മുമ്പ് വാണിങ്ങോ സൈറനോ ബെയ്റൂട്ടിൽ ലഭിക്കുന്നില്ല. ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന ഭീതിയിലാണ് ബെയ്റൂട്ടിലെ മനുഷ്യർ. ഇതിനിടെ തെക്കൻ ലെബനോനിലെ ഹിസ്ബുള്ളയുടെ 200 കേന്ദ്രങ്ങളിലേക്ക് വ്യോമാക്രമണം നടത്തിയെന്നും 15 ഹിസ്ബുള്ള സൈനികർ കൊല്ലപ്പെട്ടുവെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഇസ്രായേലിൽ ഇത് പുതുവത്സര പിറവിയുടെ സമയമാണ്. റോഷ് ഹഷാന എന്ന് വിളിക്കുന്ന പുതുവത്സര ആഘോഷങ്ങൾക്കിടയിലും രാജ്യത്ത് പ്രതിഷേധം ശക്തമാവുകയാണ്. ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള ആളുകൾക്കായി ഡിന്നർ ടേബിളിൽ കസേര ഒഴിച്ചിട്ട് ആ ചിത്രങ്ങൾ പങ്കുവച്ചാണ് ബന്ധുക്കൾ പ്രതിഷേധം നടത്തുന്നത്. ബുധൻ മുതൽ വെള്ളി വരെ നീളുന്ന ആഘോഷത്തിനിടെ ഉറ്റവരെ തിരികെ എത്തിക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് ബന്ധുക്കൾ. അതേസമയം ഇറാന് പുറമെ ഹൂതികളും ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നു. ടെൽ അവീവിൽ ടെഹ്റാൻ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ ഇസ്രായേൽ തിരിച്ചടിച്ചിട്ടില്ല. പക്ഷേ ഏത് സമയത്തും പ്രത്യാക്രമണം ഉണ്ടായേക്കാമെന്നാണ് വിലയിരുത്തലുകൾ. പ്രതികാരം ചെയ്യുമെന്ന് ഇതിനോടകം പറഞ്ഞ ഇസ്രായേൽ എങ്ങനെയാവും തിരിച്ചടിക്കുക എന്നത് വ്യക്തമല്ല. പേജർ പൊട്ടിത്തെറിച്ചതൊക്കെ ഇറാൻ ഒരു പാഠമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ മുൻകരുതലുമുണ്ട്. പക്ഷേ ഇസ്രായേൽ തിരിച്ചടിച്ചാൽ തുടരാക്രമണങ്ങൾ നടത്തുമെന്ന് ഇറാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ നടക്കുന്നതൊന്നുമായിരിക്കില്ല പിന്നെ ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടായാൽ ഇസ്രായേലും കൂട്ടരും സുസജ്ജമാണ്. ഇറാനാകട്ടെ അറബ് രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലുമാണ്.